മാർച്ച് 18 തിങ്കളാഴ്ച, നോമ്പുകാലത്തിലെ 5-ാമത്തെ ആഴ്ച. യോഹന്നാൻ 8:1 മുതൽ 11 വരെ വാക്യങ്ങൾ. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട് ബലപ്രയോഗത്തിലൂടെ നഗ്നയായി പൊതുസ്ഥലത്തേക്ക് വലിച്ചിഴച്ച് അവളുടെ പാപത്താൽ അപമാനിക്കപ്പെട്ട് അവളെ സംരക്ഷിക്കാൻ ആരും അവൻ്റെ കാമുകനോ ഇല്ലാതെ സ്വയം നീതിമാന്മാരായ പുരോഹിത പ്രമുഖർ വിചാരണ കൂടാതെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും അവസാനം വിശുദ്ധരിൽ വിശുദ്ധരായ രാജാക്കന്മാരുടെ രാജാവായ ദൈവപുത്രൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന പാപിനിയായ ഒരു സ്ത്രീയുടെ കഥയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് വിശുദ്ധ യോഹന്നാൻ വിവരിക്കുന്നത്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് ഫരിസേയർ ആ സ്ത്രീയെ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ നിർത്തി ദേവാലയ പരിസരത്ത് പഠിപ്പിക്കുകയായിരുന്ന യേശുവിനോട് അവളെ വിചാരണ ചെയ്യാൻ അല്ലെങ്കിൽ വിധിക്കാൻ ആവശ്യപ്പെടുകയാണ്. ആ സമയത്ത് ഈ സ്ത്രീക്കുണ്ടായ വികാരം എന്തായിരിക്കും? ആൾക്കൂട്ടത്തിനിടയിലേക്ക് ആരെങ്കിലും നിങ്ങളെ ബലമായി കൊണ്ടുവന്ന് നിങ്ങൾ ചെയ്ത എല്ലാ തെറ്റുകളെക്കുറിച്ചും അവരോട് പറഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കുന്ന വികാരങ്ങൾ എന്തൊക്കെയാണ്? അപമാനവും ദേഷ്യവും ഒരുപക്ഷെ ഭയവും ആയിരിക്കില്ലേ? നിയമം ഉദ്ധരിച്ചുകൊണ്ടാണ് ഫരിസേയർ ഈ സ്ത്രീയുടെ കഥ പറയുന്നത്. യേശുവിന് നിയമം അറിയില്ല എന്ന മട്ടിൽ വ്യഭിചാരത്തിൻ്റെ പേരിൽ ഏതൊരു സ്ത്രീയെയും കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് മോശയുടെ നിയമം പറഞ്ഞതായി അവർ അവനോട് പറഞ്ഞു. ഒരു കാര്യം ശ്രദ്ധിക്കുക, വ്യഭിചാരം ചെയ്ത പുരുഷന് കല്ലെറിയൽ ബാധകമല്ല, സ്ത്രീയെ മാത്രമായിരിക്കും കല്ലെറിയുക. അവൾക്ക് എന്ത് ശിക്ഷയാണ് യേശു നൽകാൻ പോകുന്നതെന്ന് കേൾക്കാൻ ഫരിസേയർ ആഗ്രഹിച്ചു. കാരണം അവർ യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ സ്ത്രീ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നത്. അവനെ അറസ്റ്റ് ചെയ്യാൻ തക്കതായ എന്തെങ്കിലും കാരണം കണ്ടെത്തുമെന്ന് അവർ പ്രതീക്ഷിച്ചു. യേശുവുമായിട്ടുള്ള അവരുടെ ഇടപാട് എപ്പോഴും ഈ ഒരേ ഒരു ലക്ഷ്യമായിരുന്നു. ഫരിസേയർ തന്നെ കുടുക്കാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കിയ യേശു മോശയുടെ നിയമത്തിൽ നിന്ന് താൻ വ്യതിചലിച്ചാൽ ആ കുറ്റം പറഞ്ഞ് തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കിയ യേശു വളരെ അസാധാരണമായ ഒരു രീതിയിലാണ് അവരോട് പ്രതികരിച്ചത്. അവൻ കുനിഞ്ഞ് മണ്ണിൽ എഴുതാൻ തുടങ്ങി. അവൻ്റെ പ്രവൃത്തി ഫരിസേയരെ അത്ഭുതപ്പെടുത്തി. ഇതല്ല അവർ പ്രതീക്ഷിച്ച ഉത്തരം. അതുകൊണ്ട് അവർ യേശുവിനോട് അതേ ചോദ്യം തുടർന്നു. ഒടുവിൽ പാപം ചെയ്യാത്തവൻ ആദ്യത്തെ കല്ല് ആ സ്ത്രീയുടെ നേരെ എറിയണമെന്ന് യേശു പറഞ്ഞപ്പോൾ ഫരിസേയർ ഓരോരുത്തരും തെന്നി മാറി. ഈ സ്ത്രീയോട് അവർ ചെയ്ത ഈ ക്രൂരകൃത്യത്തെ ഓർത്ത് അവർക്ക് എന്തെങ്കിലും നാണക്കേട് തോന്നിയിട്ടുണ്ടോ? സംശയമാണ്. തങ്ങളെ കൊച്ചാക്കിയതിൽ അവർ തീർച്ചയായിട്ടും യേശുവിനോട് അടങ്ങാത്ത രോഷം പുലർത്തിയിരിക്കണം. യേശു നിശബ്ദമായ ആ സ്ത്രീയോട് എല്ലാവരും എവിടെ പോയെന്ന് ചോദിച്ചു. ആരെങ്കിലും നിന്നെ അപലപിച്ചിട്ടുണ്ടോ? ഒരാൾ തനിക്ക് വേണ്ടി നിലകൊള്ളുന്നതിൽ ആ സ്ത്രീ അമ്പരന്നിരിക്കണം.
താൻ പാപം ചെയ്തെന്ന് അവൾക്കറിയാമായിരുന്നു, യേശുവിനറിയാമായിരുന്നു. എന്നിട്ടും യേശു അവളെ ഫരിസേയരിൽ നിന്ന് സംരക്ഷിച്ചു. ആ സ്ത്രീയുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു നിമിഷമായിരിക്കണം അത്. താൻ വിലമതിക്കപ്പെടുന്നു എന്നൊരു ബോധ്യം അവൾക്കുണ്ടായ നിമിഷമാണത്. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീയോട് യേശു ക്ഷമിച്ചതുപോലെ നമ്മോടും അഗാധമായ അനുകമ്പയും സ്നേഹവും ക്ഷമയും ഉള്ളവനാണ് കർത്താവ്. നാം എത്ര വലിയ പാപം ചെയ്താലും യേശു നമ്മെ സ്നേഹിക്കുന്നുവെന്നും നമ്മോട് ക്ഷമിക്കുമെന്നും നാം വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് നമുക്ക് ഈ സുവിശേഷ വായനയിൽ കാണുന്ന യേശുവിൻ്റെ അനുകമ്പയിലും വിവേകത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അവിടത്തേക്ക് നമ്മോട് അഗാധമായ സ്നേഹമുണ്ട്. നാം എന്ത് ചെയ്താലും എന്ത് പാപം ചെയ്താലും തീർച്ചയായിട്ടും നമ്മോട് ക്ഷമിക്കും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.